viewers, welcome to my YouTube channel. So ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഹെർലി സ്പ്രെഡിൻ്റെ ഒരു ചോക്ലേറ്റ് സ്പ്രെഡാണ്. ഇത് നമുക്ക് ബ്രെഡിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പിള്ളേർക്കൊക്കെ കഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് തന്നെയാണെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു 150 ഗ്രാമിൻ്റെ ബോട്ടിലാണ് ഞാൻ വാങ്ങിയത്. ആൽമണ്ടിൻ്റെയും കൊക്കോൻ്റെയും കൂടി ഒരു മിക്സ്ചറാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. അത് കൂടാതെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലും മിൽക്കും ഷുഗറും ഒക്കെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 185 റുപ്പീസാണ്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് സ്പ്രെഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള ചോക്ലേറ്റ് സ്പ്രെഡാണ്. നമ്മളിങ്ങനെ ഒഴിച്ചാൽ ഇങ്ങനെ വീഴും എന്ന് വിചാരിക്കുന്ന പോലത്തെ കുറച്ചൊരു സ്പൂണൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് പാളിപ്പോയതാണ്. ഇങ്ങനെയാട്ടോ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കുന്നത്. നല്ല യമ്മി ചോക്ലേറ്റ് ആണ്. നല്ല രസമുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. ചുമ്മാ ഇരുന്ന് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നൊരു സൂത്രം കാണിച്ചു തരാം. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഡെസേർട്ട്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ട്രോബെറീൻ്റെ മേലെ ഈ ഒരു ചോക്ലേറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ 2-3 ട്രയൽ നടന്നില്ല. പിന്നെ ഞാൻ സ്പൂൺ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലൊക്കെ അവർ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഡെസേർട്ടാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ചോക്ലേറ്റ് സ്പ്രെഡ് ഓവർ സ്ട്രോബെറീസ്. അപ്പോൾ അല്ലെങ്കിൽ സ്ട്രോബെറി ഡിപ്ഡ് ഇൻ ചോക്ലേറ്റ് എന്നും പറയും. നല്ല അടിപൊളി ടേസ്റ്റി കോമ്പിനേഷനാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങൾ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ സ്ക്രീനിലെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുകൂടാതെ കുറേ പ്ലേലിസ്റ്റുകളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ വാച്ച് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിൽക്കുന്നോട് ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.